അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവവചനം പഠിക്കുവാൻ ഏകദേശം 10ാമത്തെ ക്ലാസ് അല്ലേ, 10ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഏഷ്യ മൈനറിലെ 3 സഭകളെ കുറിച്ച് പഠിച്ചു. അവരുടെ വിശേഷതകളും പ്രശംസയും മുന്നറിയിപ്പും കുറവുകളും ഒക്കെ, അവരുടെ വാഗ്ദാനങ്ങളൊക്കെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്. എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്. ഇനി നമ്മളെ ഇന്ന് പഠിക്കാൻ പോകുന്നത് തുയാത്തൈരയിലെയും സർദീസിലെയും സഭയെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് 9:30 വരെയുള്ള സമയമാണ്. അതുകൊണ്ട് നമുക്ക് സാവകാശത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ 2 സഭകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാമെന്ന് ദൈവനാമത്തിൽ പ്രത്യാശിക്കുന്നു. നിങ്ങൾ നോട്ട്സ് എഴുതിയും ശ്രദ്ധിച്ചും എന്നോടൊപ്പം സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഇൻ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിന്റെ നേതൃത്വം വഹിക്കുന്ന ബീന ജയ് സിസ്റ്ററെ കുടുംബം, അതുപോലെ തന്നെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ സിസ്റ്ററും കുടുംബവും, ഇപ്പോൾ പ്രാർത്ഥിച്ച ബിന്ദു ബൈജു സിസ്റ്ററെ, എല്ലാവർക്കും, പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ രാത്രി വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിപ്പാൻ, ശുശ്രൂഷയിൽ കൈത്താങ്ങൽ നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന തുയാത്തൈര 4ാമത്തെ സഭയുടെ ദൂതന് ഉള്ള ആലോചനകളാണ്. തുയാത്തൈര സഭയുടെ ദൂതൻ 18ാമത്തെ വാക്യം മുതൽ 29ാമത്തെ വാക്യം വരെയുള്ള വേദഭാഗമാണ് തുയാത്തൈര സഭയുടെ ദൂതൻ എഴുതുന്നത്. 18ാമത്തെ വാക്യം മുതൽ 29ാമത്തെ വാക്യം വരെ. അപ്പോൾ ആദ്യം ഈ തുയാത്തൈര പെർഗമോസിനും സർദീസിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. മുമ്പേ നമ്മൾ പഠിച്ച പെർഗമോസിനും ഇനി പഠിക്കാൻ പോകുന്ന സർദീസിനും ഇടയിലുള്ള തുർക്കികളുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള, തുർക്കി രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു നഗരമാണ് തുയാത്തൈര. ഞാനിത് പഠിപ്പിക്കുന്നതിന് മുമ്പ് തുയാത്തൈരയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബൈബിൾ പരമായിട്ട് ഒരു റെഫറൻസോ ഒരു വിഷയമോ പറയാമോ? തുയാത്തൈരയെ കുറിച്ച്. രക്താംബരം വിൽക്കുന്ന സ്ത്രീ, അതൊരു സഭയായി മാറി. യെസ്, താങ്ക് യു. വളരെ നല്ല കാര്യമാണ്. അതായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ തുയഥൈര പട്ടണത്തെ കുറിച്ച് പറയുന്നു. രക്താംബരം വിൽക്കുന്ന ലുദിയ എന്നൊരു സ്ത്രീയെ കുറിച്ച്. അവൾ ഈ പട്ടണക്കാരിയായിരുന്നു. ഒന്ന് അറിവിന് വേണ്ടി ആരംഭത്തിൽ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വചനത്തിന്റെ തിട്ടം ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഇംഗ്ലീഷിലെ THYATIRA, തയാത്തിര എന്ന് പറയും. തിയാത്തിര, THYATIRA. ഈ നമ്മൾ മലയാളത്തിലെ തുയാത്തൈര, ഇംഗ്ലീഷ് വരുമ്പോൾ തയാത്തിര എന്ന് പറയും. അതുകൊണ്ട് ഈ 2 മലയാളം ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിക്കുന്നതോട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നിങ്ങൾ ക്ഷമിക്കുക. തുയാത്തൈര. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ സെലീഷ്യസ് I. സെലീഷ്യസ് രാജാവ് BC 300-ാം ആണ്ടിലാണ് ഈ പട്ടണം സ്ഥാപിച്ചത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ സെലീഷ്യസ്, SELEUCEUS, സെലീഷ്യസ് ഒന്നാമൻ. മലയാളത്തിൽ സെലീഷ്യസ് ഒന്നാമൻ. BC 300-ാം ആണ്ടിനോടടുത്താണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ്, BC 300-ാം ആണ്ടിൽ സെലീഷ്യസ് രാജാവാണ് ഈ പട്ടണം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത് ആദ്യം നമ്മൾ ആ പട്ടണത്തെ കുറിച്ചുള്ള ചെറിയൊരു രൂപരേഖ, ഒരു ഐഡിയ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ വിശേഷതകളൊക്കെ നോക്കാം. ഏഷ്യ മൈനറിലെ ഒരു പട്ടണമാണിത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പെർഗമോസിനും സർദീസിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. സർദീസിൽ നിന്ന് 20 മൈൽ ദൂരം. സർദീസിൽ നിന്ന് 20 മൈൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 30-ലധികം കിലോമീറ്റർ. സർദീസിൽ നിന്ന് 30 കിലോമീറ്ററിൽ അകലത്തിലും പെർഗമോസിന് സമീപവുമാണ് ഈ പട്ടണം. സർദീസിൽ നിന്ന് 20 മൈൽ ബ്രാക്കറ്റിൽ 30 കിലോമീറ്റേഴ്സ് അകലത്തിലും പെർഗമോസിന് സമീപവുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഈ പട്ടണത്തിന്റെ പ്രത്യേകത, ഒരു വിശേഷത എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ അതിന്റെ കിടപ്പാണ്. ജോഗ്രഫിക്കൽ കണ്ടീഷൻ, ഭൂമിശാസ്ത്രപരമായി പട്ടണത്തിന്റെ കിടപ്പാണ് ഇതിന്റെ ഒരു വിശേഷത. എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം, നീണ്ട താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണത്തിന്, ഒരു നീണ്ട താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണത്തിന് ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലായിരുന്നു. പ്രകൃതിദത്തമായ യാതൊരു അനുകൂല പരിസ്ഥിതികളും ഇല്ലായിരുന്നു, അനുകൂലമായ അവസ്ഥകളില്ലായിരുന്നു. ഒരു നീണ്ട താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പെർഗമോസിനും സർദീസിനും ഇടയിലാണ്. ഭൂമിശാസ്ത്രപരമായ അതിന്റെ കിടപ്പ് ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, പെർഗമോസ് പട്ടണത്തെയും സർദീസ് പട്ടണത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു നഗരം കൂടെയാണ്. ബന്ധിപ്പിക്കുന്ന വഴിയിലാണ് ഈ നഗരം, ഇൻ ബിറ്റ്വീൻ. ഏതിൻ്റെയൊക്കെ ഇടയ്ക്ക്? പെർഗമോസിനും സർദീസിനും ഇടയ്ക്കുള്ള. ഈ പട്ടണം വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന തൊഴിലായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന തൊഴിൽ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 16:14 ഇത് കുഴപ്പമാവും, അത് തന്നെ പോകും. അപ്പോസ്തല പ്രവൃത്തി 16:14 കാണുന്ന ലുദിയ അല്ലെങ്കിൽ ലുദിയ, ഇംഗ്ലീഷിൽ ലിഡിയ, ഈ തുയഥൈരക്കാരിയാണ് അവിടെ രക്താംബരം വിൽക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. പർപ്പിൾ വില കൂടിയ വസ്ത്രങ്ങൾ തയ്ച്ച് വിൽക്കുന്നവളായിരുന്നു തുയഥൈരയിലെ ലുദിയ. അപ്പം വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന തൊഴിലാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. അപ്പോസ്തല പ്രവൃത്തി 16:14 മറക്കല്ല, അതൊന്ന് നോട്ട് ചെയ്തോണേ. ഇത് ലുദിയയുടെ ജന്മസ്ഥലമാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ ലുദിയയുടെ ജന്മസ്ഥലമൊക്കെ ആകുമ്പോൾ ഇത് ഏത് വൻകരയിലായിരിക്കും, ഏത് ഭൂഖണ്ഡത്തിലായിരിക്കും എന്ന് ഏകദേശം ഒന്ന് പറയാമോ? പൗലോസ് ഇവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പൗലോസാണ് അവിടെ സഭ സ്ഥാപിച്ചത്. ഫിലിപ്പിയ സഭയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അനേക വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് യൂറോപ്പിലെ ആദ്യത്തെ കൺവേർട്ട് എന്നാണ് ലുദിയായി അറിയപ്പെടുന്നത്. അപ്പൊ യൂറോപ്പിലെ ആദ്യത്തെ പ്രവർത്തന സ്ഥലവും ആദ്യത്തെ മാനസാന്തരപ്പെട്ട സ്ത്രീയാണ്, വിശ്വാസിയാണ് ലുദിയ. അപ്പം യൂറോപ്പിലെ അന്നത്തെ കിടപ്പനുസരിച്ച്, അന്നത്തെ പശ്ചാത്തലത്തിൽ. എന്നാൽ ഇന്ന് ഇതിന്റെ പേര്, തുയഥൈരയുടെ ഇന്നത്തെ പേര് അഖ്ഹിസാർ എന്നാണ്. അഖ്ഹിസാർ. അഖ്ഹിസാർ. എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്ഥലത്തൊക്കെ പോകാൻ അവസരം കിട്ടിയാൽ ഒരുപക്ഷെ തുയഥൈര എന്നുള്ള പേരായിരിക്കത്തില്ല നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇന്നത്തെ പേരൂടെ പറയുന്നത്, അഖ്ഹിസാർ. കാരണം പഴയ പട്ടണമെല്ലാം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. ഇപ്പോഴവിടെ പാർക്കുന്നത് തുർക്കികളും അർമേനിയക്കാരും
ചുരുക്കം ക്രിസ്ത്യാനികളും ആണ് ഇന്ന് അവിടെ താമസിക്കുന്നത്. തുർക്കികളും അർമേനിയക്കാരും ചുരുക്കം ചില ക്രിസ്ത്യാനികളും. അപ്പോൾ തന്നെ സാമ്പത്തികമായി ഇന്നിവിടെയുള്ളവർ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. സാമ്പത്തികമായി തുയഥൈരയിലെ ഇന്നത്തെ അവസ്ഥ വളരെ പിന്നോക്കാവസ്ഥയാണ്. കാരണം തുർക്കികൾ ഈ പട്ടണമെല്ലാം നശിപ്പിച്ച് കൈവശമാക്കി. കൂടുതലും തുർക്കികളാണ് ആ സ്ഥാനത്തുള്ളത്. അർമേനിയക്കാരും ചില ക്രിസ്ത്യാനികളും ഉണ്ട്. ഇത്രയൊക്കെയാണ് തുയഥൈരയെ കുറിച്ചുള്ള ആ പട്ടണത്തെ കുറിച്ചുള്ള ഏകദേശ വിവരണങ്ങൾ. ഓക്കെ, ഇതെന്റെ മുഖവുരയായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് മുഖവുരയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കത് വായിക്കാം. എല്ലാം വായിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് കുറേശ്ശെ വായിക്കാം. 18 മുതൽ 23 വരെ 22 വരെ ഒന്ന് വായിച്ചാട്ടെ. തുയത്തൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെ ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. മതി. താങ്ക് യു സിസ്റ്റർ. ഇടയ്ക്കൊന്ന് സ്ട്രക്കായി പോയി. എന്നാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തുയഥൈര സഭയുടെ പുകഴ്ച അല്ലെങ്കിൽ പ്രശംസ. ഏതെല്ലാം കാര്യങ്ങളാണ് തുയഥൈര സഭയുടെ പ്രശംസയായിട്ട് പറയുന്നത്? അതിനു മുമ്പ് ഈ സഭയുടെ ദൂതൻ എഴുതുവാൻ പറയുന്ന ആളിനെ കുറിച്ചൊന്ന് നോക്കാം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശനായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യും. ഈ സഭയോട് ദൂതറിയിക്കുന്നത് ദൈവപുത്രനാണ്. അപ്പൊ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. അത് എവിടെയാണെന്നൊന്ന് പറയാമോ? വെളിപ്പാട് പുസ്തകം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 1:14. യെസ്, 1:14-15. താങ്ക് യു. പറഞ്ഞ ദേവദാസന് നന്ദി. 1:14-15 ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 1:14-15. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനു സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. മതി. ഇപ്പോൾ ഇത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണന. അതാണ് 1:14-15. ഇപ്പൊ ഈ വാക്യം 18-ാമത്തെ വാക്യത്തെ ഈ വാക്യവുമായി ഒന്ന് കണക്ട് ചെയ്ത് എഴുതിക്കോണം. 18-ാം വാക്യത്തിൽ തുയഥൈര സഭയുടെ ദൂതൻ എഴുതുന്നവൻ ആരാണ്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അതുകൊണ്ട് എല്ലാം നല്ലവണ്ണം സ്ക്രൂട്ടണൈസ് ചെയ്യാൻ കഴിവുള്ള, നിരീക്ഷിച്ച് വിവേചിച്ച് പരീക്ഷിച്ച് തിരിച്ചറിയാൻ കഴിവുള്ള അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. 2, വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ. അതാരാണ്? യേശു ക്രിസ്തു. ഈ സഭയോട് ദൂത് പറയുന്ന കർത്താവിന്റെ വിശേഷതയാണത്.
അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും. ഞാനിത് ആവർത്തിച്ച് പറയാം, നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഓരോന്ന് സഭയെ കുറിച്ച് പറയുമ്പം ആ കർത്താവിന്റെ വർണ്ണന ഒന്ന് നോക്കിക്കോണം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഇനി ആ സഭയുടെ പ്രശംസകളാണ്. എത്ര കാര്യങ്ങളുണ്ടെന്ന് നോക്കിയാട്ടെ. ഒന്ന്, പ്രവൃത്തി. അവിടെ മുതൽ ആരംഭിച്ചാട്ടെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. പ്രവൃത്തി 1, സ്നേഹം, 2, വിശ്വാസം, 3, ശുശ്രൂഷ, 4, സഹിഷ്ണുത, 5 അല്ലേ? പിന്നെ അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. അപ്പൊ ഏകദേശം 5 അല്ലെങ്കിൽ 6 പ്രശംസനീയമായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, നിന്റെ പ്രവൃത്തി. തുയഥൈരയിലെ വിശ്വാസികളുടെ പ്രവൃത്തി അറിയുന്നു. 2, അവരുടെ സ്നേഹം. 3, അവരുടെ വിശ്വാസം. 4, ശുശ്രൂഷ, മിനിസ്ട്രി. 5, സഹിഷ്ണുത. അപ്പൊ ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം അവർക്കുണ്ട്. മറക്കല്ലേ, ഓരോന്നോരോന്ന് എഴുതിക്കോണേ. 6, ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ. അപ്പൊ നല്ല ഒരു സാക്ഷ്യമാണ് അവരുടെ ഏറിയ പ്രയത്നം എന്ന 6ാമത്തെ കാര്യം പറയാൻ പറ്റും. ആദ്യത്തെക്കാളും അവസാനം ശ്രേഷ്ഠകരമായ അവസ്ഥ. ഏറിയ പ്രയത്നമുള്ളവരായിരുന്നു. അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ശ്രേഷ്ഠമായിരുന്നു. ഇതാണ് ഈ സഭയെക്കുറിച്ച് കർത്താവിന് പറയാനുള്ള സാക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ പ്രശംസ. ഇത് തന്നെ നമുക്ക് എഫെസോസിലെ സഭയുടെ ദൂതന് പറയുമ്പോഴും 2:2 വായിച്ച് ഏകദേശം ഇതുപോലെ സമാനമായ വിശേഷതയാണ് എഫെസോസ് സഭയ്ക്കുള്ള. 2:2. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതെ ഇരിക്കാൻ നിങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. നിനക്ക് സഹിഷ്ണുതയുള്ളത്. മതി. അപ്പം ഞാൻ എന്തിനെടുത്ത് വായിപ്പിച്ചെന്നറിയാമോ? നിങ്ങൾ പല സഭകളുമായിട്ട് തന്നെ കണക്ട് ചെയ്യണം. എഫെസോസ് സഭയും സ്മുർന്ന സഭയും ഏകദേശം ചില കാര്യങ്ങളിൽ സമാനതകളുണ്ട്. അവരുടെ പ്രശംസകൾ, അവരുടെ നല്ല ഗുണങ്ങൾ നമുക്കിവിടെ ഒരുപോലെ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2ഉം 3ഉം, അപ്പോൾ തന്നെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതാണ് അവരുടെ പ്രശംസ. എന്നാൽ പ്രശംസ കഴിഞ്ഞിട്ട് ഒരു വിമർശനമാണ് അടുത്ത നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ടത്. വിമർശനം എന്താണ്? 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം. ഇതാണ് ആ സഭയെക്കുറിച്ചുള്ള ഒരു വിമർശനം. കള്ളപ്രവാചകിയും ദുർനടപ്പുകാരിയുമായ ഒരു സ്ത്രീയെ അനുവദിക്കുന്നു എന്ന് എഴുതിയാട്ടെ. കള്ളപ്രവാചകിയും ദുർനടപ്പുകാരിയുമായ സ്ത്രീയെ അനുവദിക്കുന്നു എന്നൊരു കുറവ്, എന്നൊരു വിമർശനം, എന്നൊരു കുറ്റം ഈ തുയഥൈര സഭയെക്കുറിച്ച് പറയുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണല്ലോ ഇസബേലിനെ കുറിച്ച് പറഞ്ഞത്. ഇസബേൽ ആരായിരുന്നു? ആ വ്യക്തിയെ കുറിച്ച് നോക്കുമ്പോൾ ഇസബേൽ ആരായിരുന്നു എന്ന് പറയാമോ? ആഹാബിന്റെ ഭാര്യ. ആഹാബിന്റെ ഭാര്യ. നിങ്ങൾ റെഫറൻസ് ഒന്ന് എഴുതിക്കോ. 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങളിൽ ഒരു ഇസബേലിനെ കാണുന്നു.
എന്നാൽ അതല്ല. 1 രാജാക്കന്മാർ 16:31 കൂടെ എഴുതിക്കാട്ടെ. 1 രാജാക്കന്മാർ 16:31. അതിനോട് ചേർന്ന് വേറെ 2-3 വാക്യങ്ങൾ എഴുതാം. വെളിപ്പാട് പുസ്തകം 2:14-20. വെളിപ്പാട് പുസ്തകം 2:14-20. വെളിപ്പാട് പുസ്തകം 16:9-11. ലേവ്യ പുസ്തകം 19:17. ലേവ്യ 19:17. ബാക്കി കുറച്ച് വാക്കുകളുണ്ട്, അത് ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാമേ. അപ്പം ഇവിടെ തുയാഥൈര ഇപ്പോഴേ കേട്ട് പഠിച്ചോണം, ഇനിയും ബൈബിള് നോക്കാതെ പറയാൻ ഓർമ്മയുണ്ടായിരിക്കണം. തുയാഥൈരെ കുറിച്ച് 5-6 കൂട്ടം പ്രശംസനീയമായ കാര്യങ്ങൾ പറയുന്നെങ്കിലും തുയഥൈര സഭയെക്കുറിച്ചുള്ള ഒരു കുറ്റം എന്താണെന്നറിയാമോ? ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ പറയുന്ന ഇസബേൽ അല്ല. ഇസബേൽ എന്ന സ്ത്രീയെ ഇവിടെ പറയുന്നത് അതൊരു ആലങ്കാരിക അല്ലെങ്കിൽ തുലനാപരമായ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് അശുദ്ധിക്കും അനീതിക്കും അതിനെ പിന്തുണ നൽകുന്നില്ലെങ്കിലും, അനീതിയും അശുദ്ധിയും കണ്ടിട്ട് പിന്തുണ നൽകുന്നില്ലെങ്കിലും അതിനെ എതിർക്കാതിരിക്കുന്നത് പിന്തുണ നൽകുന്നതിന് തുല്യമാണ്. ശ്രദ്ധിക്കണേ, ഇസബേല് ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? താൻ പ്രവാചകി എന്ന് പറഞ്ഞ് അവരുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാ? ദുർനടപ്പാചരിക്കുന്നു. 2:14 ഒന്ന് വായിച്ചാട്ടെ. 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചവർ ഇവിടെ നിനക്കുണ്ട്. അതുപോലൊരു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പാച 2-3 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ദുർനടപ്പാചരിക്കേണ്ടതിന്. അതേ കാര്യമാണ് 2:20 തുയഥൈര സഭയെ കുറിച്ച് പറയുമ്പോഴും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിക്കുക. ഇപ്പൊ നോക്കിക്കോണേ, ഡബിൾ സ്വഭാവമാണ്. ദൈവവേല ചെയ്യുകയും പ്രവചന ശുശ്രൂഷ ചെയ്യുകയും ഞാൻ ഈ ഇസബേൽ ആരാണെന്ന് തെളിയിക്കാൻ പോവാ. പണ്ടത്തെ പഴയ നിയമത്തിലെ ചരിത്രപരമായ ആഹാബിന്റെ ഭാര്യയായ ഇസബേൽ അല്ല ഇന്നത്തെ ഇസബേൽ. ആമേൻ. ഇന്നും അനേക ഇസബേലുമാരുണ്ട്. അവര് തങ്ങൾ പ്രവാചകിമാരെന്ന് പറഞ്ഞിട്ട് ദൈവവേല ചെയ്യുകയും ദുർനടപ്പ്, ദുഷിച്ച വചനത്തിന് വിരുദ്ധമായ ദുർനടപ്പ് ആചരിക്കുന്നു. 1. 2, വിഗ്രഹാർപ്പിതം തിന്മാൻ പ്രേരിപ്പിക്കുന്നു. 3, എന്റെ ദാസന്മാരെ ഇത് തിന്നാൻ എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന, മനസ്സിലായോ? തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ. ഇനി നമുക്ക് 1 രാജാക്കന്മാർ 16:31 വായിക്കാം. ഇത് തന്നെയല്ലേ ഇസബേലും ചെയ്തത്. അതുകൊണ്ട് ആ പേര് ഇവിടെ വന്നത്. 1 രാജാക്കൻ, 1 Kings 16:31. ഒറ്റ വാക്യം മാത്രം. നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ ഏത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഇതാണ് സീദോന്യ രാജാവിന്റെ മകളായിരുന്നു ഈ ഇസബേൽ. ഇവളെ ആഹാബ്, ഇസ്രായേലിന്റെ രാജാവായ യഹൂദ രാജാവായ ആഹാബ്
ദൈവ പ്രമാണം വിട്ട് ജാതിക്കാരിയെ കല്യാണം കഴിച്ച് പിന്നെ അങ്ങ് ഗുണപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് കുറെ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടല്ലോ ആത്മീയ ലോകത്ത്. ഹലോ, ഇനി കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങ് നേരെയാക്കാവുന്ന ചിലരുടെ ചിന്ത. ആ വ്യാമോഹമൊക്കെ എടുത്തും കളഞ്ഞേക്കണം. ജാതികൾ നിന്റെ വീട്ടിലോട്ട് വരുമ്പം അവരുടെ ചില എക്സെട്രയും കൂട്ടിക്കൊണ്ടാ വരുന്നത്. അത് പുറമെ വെളിപ്പെടുത്തിയില്ലെങ്കിലും അതിന്റെ വ്യാപാരം നിന്റെ കുടുംബങ്ങളിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ തലമുറയിൽ അതുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഒന്ന് നൽകുകയാണ്. അതുകൊണ്ട് അകലെ മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം. ആഹാബേ, നീ തെറ്റിപ്പോകാൻ കാരണം, ആഹാബേ നീ ചതിക്കപ്പെടാൻ, നീ ദൈവകോപത്തിന് ഇരയാവാൻ കാര്യം, ദൈവപുരുഷനായ ഏലിയാവിനെതിരെ നിൽക്കാൻ കാരണം ഈ സീദോന്യ രാജാവിന്റെ മകളെ നീ വിവാഹം കഴിച്ചതാണ്. അശുദ്ധിക്ക് കൂട്ടു നിൽക്കരുത്, ഇണയില്ല പിണ കൂടരുത്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്ത് യോജ്യത, സഖ്യത. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലുണ്ടോ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇസബേൽ എന്നാൽ ലിറ്ററലി അക്ഷരികമായി പറയുന്ന ഇസ്രായേൽ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഇസബേലും ചെയ്ത ഇതേ പരിപാടിയാ. അവളും നശിച്ചു, ഭർത്താവും നശിച്ചു, ആ കുടുംബം കുലം മൊത്തം ഇല്ലാതെ നശിക്കേണ്ടി വന്നു, ദൈവകോപത്തിനിരയായി തീർന്നു. അപ്പം ഇന്നത്തെ ഇസബേലുമാരെന്ന് പറയുന്നത് ഇതൊരു സിമ്പലാണ്, സിമ്പൽ, ഒരു പ്രതീകമാണ്. ആമേൻ. അതുകൊണ്ട് ആ പേരെടുത്ത് പറഞ്ഞേക്കുന്നത്. ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുക. ഇങ്ങനെ ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പിതം തിന്നാൻ എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും എന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീ, പ്രൈസ് ദി ലോർഡ്, കുറ്റമാണ്. അങ്ങനെയുള്ളവരെ കൈക്കൊള്ളുന്നു, കൂടെ ഇരുത്തുന്നു എന്നുള്ള ഒരു കുറവാണ്, കുറ്റമാണ് തുയഥൈര സഭയെ കുറിച്ച് പറയുന്നത്. ലേവ്യ പുസ്തകം 19:17 പറയുന്നത്, കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. ദൈവം ആലോചന കൊടുക്കാതെ, ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാർ. നമ്പർ 2. നമ്പർ 3, കള്ള ഉപദേഷ്ടാക്കന്മാർ. അവിടുന്ന് ഇവിടുന്ന് ആരുടെയെങ്കിലും പണം പറ്റി അമേരിക്കയിലോ അവിടെ ഇവിടെയുള്ള പിശാചുക്കളായ പിശാചിനെ സേവിക്കുന്ന ആൾക്കാരെ ഉപദേശം വചനം വിട്ട്, തിരുവചനത്തെ വിട്ട് പാപവഴി ജീവിച്ചിട്ട് എന്തെങ്കിലും ഉപദേശത്തിന്റെ ഒരു കോണും മൂലയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ജനത്തെ ഉപദേശിക്കുന്ന പഠിപ്പിക്കുന്ന കള്ള ഉപദേഷ്ടാക്കന്മാർ, ഫാൾസ് ടീച്ചേഴ്സ്. അപ്പൊ ഇവരെല്ലാവരും ചെയ്യുന്ന, അന്നും സഭയിലുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് ഇത് അന്ത്യകാലമായിട്ട് ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സഭയിൽ ഇങ്ങനെയുള്ളവരുണ്ട്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവിധ കപടവേലക്കാരെയും പറ്റി ഇവിടെ പരാമർശിക്കുകയാണ്. ഞാൻ ചില റെഫറൻസ് തരാൻ പോവാ. എല്ലാവിധ കള്ള കപട വേലക്കാരെ തിരിച്ചറിയണം. വി നീഡ് ടു ഐഡന്റിഫൈ ദ ഫാൾസ് പ്രോഫറ്റ്സ് ആൻഡ് ഫാൾസ് ടീച്ചേഴ്സ്. കള്ള നാണയങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞേ പറ്റൂ, അവരെ ഒഴിവാക്കിയേ പറ്റൂ. ഞാന് നമ്മുടെ കർത്താവിന്റെ ഉപദേശം മുതല് ഇങ്ങോട്ട് പൗലോസ് പറഞ്ഞ ചില റെഫറൻസ് തരാം. ഇതൊന്നും എല്ലാം ഇപ്പൊ വായിക്കാനുള്ള സമയമില്ല. മത്തായി 7:15, റോമർ 16:17-18, റോമർ 16:17-18, 2 കൊരിന്ത്യർ 11-ാം അധ്യായം, ഗലാത്യർ 5:10-12, ഫിലിപ്പിയർ 3:18-19, കൊലോസ്യർ 2:8-16-18, കൊലോഷ്യൻസ് ചാപ്റ്റർ 2, 8, 16 and 18, 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം
1 മുതൽ 12 വരെ. 1 തിമോത്തിയോസ് 1:19 മുതൽ 20 വരെ. 1 തിമോത്തി chapter 1 19 to 20. അടുത്തത് 1 യോഹന്നാൻ 4:1. അവസാനമായി യൂദ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഏതാ അധ്യായം? ഒന്നേ ഉള്ളു. ഒരേ അധ്യായമേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. അപ്പം യൂദ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും വേദഭാഗങ്ങളിൽ കപട വേലക്കാരെ, കള്ള അപ്പോസ്തലന്മാരെ, ആമേൻ, കള്ള ഉപദേഷ്ടാക്കന്മാരെ, കള്ളപ്രവാചകന്മാരെ കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി രേഖപ്പെടുത്തി. ഇതൊരു ഹോംവർക്കാണ്, അസൈൻമെന്റ് ആണ്. നിങ്ങൾ ഇത് വായിച്ച് എഴുതി വെക്കണം. നോട്ട്സിൽ ഒരു പേജ് 1-1.5 പേജ് ഇട്ടേക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എഴുതാവും. അപ്പോൾ തന്നെ പഴയ നിയമത്തില് സങ്കീർത്തനങ്ങളിൽ നിന്ന് 2-3 വാക്യങ്ങൾ എഴുതാം. അതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട വാക്യങ്ങൾ. 15-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെ. സാംസ് 15 1 മുതൽ 4 വരെ. 40-ാം സങ്കീർത്തനം 4-ാം വാക്യം. 139-ാം സങ്കീർത്തനം 21-ാം വാക്യം. 139-21. ഈ കള്ള വേലക്കാരെ തിരിച്ചറിയാൻ വിഷമകരമായ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം വായിക്കുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടും. പൗലോസിന്റെ ലേഖനങ്ങളിൽ വ്യക്തമായി സ്പഷ്ടമായി വർണ്ണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കാണ്. അടുത്ത ക്ലാസ്സിന് മുമ്പ് അത് എഴുതാനായിട്ട് 1-2 പേജ് വിട്ടേക്കണം. അത് എഴുതി വെക്കണം. അല്ലാതെ റെഫറൻസ് എഴുതിയിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ. ഇപ്പോൾ കപട വേലക്കാരെ, കള്ള വേലക്കാരെ എങ്ങനെ തിരിച്ചറിയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഈ വ്യാജന്മാരുടെ പ്രകടനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. നിങ്ങൾ അതിന് തിരിച്ചറിയാനുള്ള 3 കാറ്റഗറി പറഞ്ഞല്ലോ. കള്ളപ്രവാചകന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ, പിന്നെ ആരാ? കള്ള അപ്പോസ്തലന്മാർ. ഇവരെ തിരിച്ചറിയാനുള്ള ഒന്ന് ഇവരുടെ വ്യാജമായ പ്രകടനങ്ങൾ. അവരെ തിരിച്ചറിയാനുള്ള മാർഗമാണ് വ്യാജനൊക്കെയാണ്. ഇവന്മാർ ഫാൻസി ഡ്രസ് കളിക്കാൻ മിടുക്കരാണ്. തനി സ്വഭാവം മാറ്റിയിട്ട് അഭിപ്രായങ്ങൾ കാണിക്കാൻ ഫാൻസി ഡ്രസ് രൂപം മാറ്റി വരുന്നത്. അതാണ് വ്യാജ പ്രകടനങ്ങൾ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമൊക്കെയും ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമില്ല. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. ആകയാൽ മതി 23 വരെ. അപ്പൊ അധർമ്മം പ്രവർത്തിക്കുന്ന ഈ കള്ള വ്യാജന്മാരുടെ സ്വഭാവം അധർമ്മം പ്രവർത്തിക്കുക. മറ്റൊന്ന്, ഇവരുടെ ഫലം കൊണ്ട് ഇവരെ തിരിച്ചറിയാൻ കഴിയും. 20-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. 20-ാമത്തെ വാക്യം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ, ഫലം എന്ന് പറഞ്ഞാൽ എന്താ? വാ തുറന്നാൽ എന്തൊക്കെയാ പറയുന്നത്? പ്രസംഗിക്കുമ്പോൾ നല്ല പ്രസംഗം, നല്ല ദൂതും ആലോചനയൊക്കെയാ. പിന്നെ അത് കഴിഞ്ഞുണ്ടല്ലോ ഒരു ആഫ്റ്റർ മീറ്റിംഗ് കൂട്ടായ്മ ശുശ്രൂഷ കഴിഞ്ഞ് ഇവരുടെയൊക്കെ വായിന്ന് വരുന്ന വാക്കുകള് ജാതികൾ പോലും പറയാത്ത നികൃഷ്ടമായ ഹീനമായ വാക്കുകൾ. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? ഇല്ല.
വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നല്ല വൃക്ഷത്തിനാകാത്ത ഫലം കായ്പാനും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാനും കഴിയത്തില്ല. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് പറയുന്ന വാക്കുകള് അല്ലെങ്കിൽ പ്രവൃത്തികള് കണ്ടാൽ ഒരു ദിവസമൊക്കെ നമ്മുടെ ഹിന്ദി പറഞ്ഞ ഗലത്തീസെ ഏക് ദിൻ ഗർമേ റക്കേഗ തോ പതാ ചലേഗ. റഖ്നാ നഹീ ചാഹിയെ, വീട്ടിൽ നിർത്തരുത്. എന്നാലും ഞാൻ പറയുകയാണ്, അബദ്ധവശാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്ന് വന്നാൽ നമുക്ക് ഈ പുൾപിറ്റിനുള്ളതും സ്വഭാവത്തിൽ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും. ഞങ്ങളൊക്കെ ഇതിലൂടെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അവസാനം നിർബന്ധമായി പറഞ്ഞു വിടേണ്ടി വന്നിട്ടുണ്ട്, നിർബന്ധമായി വിലക്കേണ്ടി വന്നിട്ടുണ്ട്. ആമേൻ. ഇത് ഒരു മുഖദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്നെ ഇതിനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇവരുടെ ലക്ഷണം വ്യാജന്മാരുടെ രീതിയാണ്. പക്ഷേ ഇവരാടുകളുടെ വേഷം ധരിപ്പുണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. 15-ാമത്തെ വാക്യം കർത്താവ് ആരെ കുറിച്ചാ പറഞ്ഞേ? കള്ളപ്രവാചകന്മാരെ കുറിച്ച്. ഇവർ 24 മണിക്കൂർ നമ്മുടെ വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞ് 2-4 മണിക്കൂറായിരിക്കും മീറ്റിംഗ്. നമ്മൾ വീട്ടിൽ വരെ ഒന്ന് താമസിപ്പിച്ച് നോക്ക്. ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. ഞങ്ങൾക്കറിയാം. മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മൊബൈൽ എടുത്താ എന്താ ഈ പറയുന്നേ? തെറ്റിച്ചു കളയുന്ന ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന കള്ളപ്രവാചകന്മാർ. രണ്ടാമത്തത് ഇവന്മാരുടെ ലക്ഷണം, അടുത്ത ലക്ഷണം ഒന്ന് പറയുന്നത് ആടുകളുടെ വേഷത്തിലായിരിക്കും വരുന്നത്. പിന്നെ ആടുകളുടെ വേഷം കൊണ്ട് തെറ്റിച്ചു കളയുന്ന, ഫലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അടുത്തത് വരെ തിരിച്ചറിയുന്നത് ഇവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവരധികം ചക്കരവാക്കും മുഖസ്തുതിയും പറയുന്നവരാണ്. ഈ ഓവറായിട്ട് ചക്കരവാക്ക് അമ്മാമ്മമാരെ കാണുമ്പോ, അല്ലെങ്കിൽ അച്ചായന്മാരെ കാണുമ്പോൾ അമ്മാമ്മമാർക്കും, അമ്മാമ്മമാരെ കാണുമ്പോൾ അച്ചായന്മാർക്കും ഉണ്ടാകുന്ന വിശ്വാസികളെ കാണുമ്പോൾ ചക്കരവാക്കുണ്ടല്ലോ, അന്നേരം ഓർത്തോളം സംതിങ് ഈസ് റോങ്. ആമേൻ. ചക്കരവാക്ക് പറയുകയും പിന്നെ മുഖസ്തുതി അങ്ങ് വെച്ചങ്ങ് പൊക്കുക. അവസരം കിട്ടിയാൽ അങ്ങ് വാക്കുകൊണ്ടങ്ങ് കുളിപ്പിക്കുക. മുഖസ്തുതി. ദൈവത്തിന് സ്തുതി കൊടുക്കേണ്ടതിന് പകരം, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം കാര്യം സാധിക്കാൻ അവരുടെ പോക്കറ്റിരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ വരണം. അതിന് ഈ അച്ചായനെ അമ്മാമയെ അങ്ങ് പൊക്കി അങ്ങ് പറയും. മുഖസ്തുതി പറയുന്നവർ എന്താണ്? ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ഇവർ സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കും. പാവപ്പെട്ട സഹോദരിമാരെയും സഹോദരന്മാരെയും ദേവദാസന്മാരെയും നിഷ്കളങ്കതയുള്ളവരെയൊക്കെ തെറ്റിച്ചു കളയും. ഇവർ പറയുന്ന മുഖസ്തുതി കേട്ട് ചക്കരവാക്ക് പറഞ്ഞ, ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. നല്ലവണ്ണം വചനം ആധികാരമായി പറഞ്ഞ് വിവേചനാത്മാവിൽ വചനം വ്യക്തമായി തെളിയിക്കുന്ന പാസ്റ്റർമാരെ ആർക്കും ഇഷ്ടമല്ല. പകരം ഉടായിപ്പ് പരിപാടി ഉപരിപ്ലവമായി ഇളക്കി മറിച്ച് കാണുന്നതും കേൾക്കുന്നതും വായിത്തൊന്നെല്ലാം വിളിച്ചു പറഞ്ഞ് ഒരേ ശൈലിയിൽ പ്രവചനമാണെന്നും പറഞ്ഞ് അടിച്ച് മലത്തി കമത്തി എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 500 കൊടുക്കണതിന് 5000 കൊടുക്കും. ആത്മാർത്ഥമായിട്ട് ദൈവവേല ചെയ്യേണ്ട പാവങ്ങളായ ദൈവദാസന്മാർ 2 മണിക്കൂർ ചങ്ക് കീറി പ്രസംഗിച്ചാൽ, തൊണ്ട കീറി അവർ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചാൽ അവരാരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവർ ദൂതൊന്നും പറയും. എന്താ ഈ പറയുന്ന ദൈവം കൊടുക്കാത്ത വ്യാജ പ്രവചനങ്ങൾ. സ്തോത്രം. ദൈവം പറയാതെ നിന്റെ വാ തുറക്കരുത്. ദൈവം മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരുന്നോണം. ദൈവം പറയാൻ പറഞ്ഞാൽ ഏത് രാജാവിനോടും ഏത് മന്ത്രിയോടും പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരിക്കണം. നാഥാൻ പ്രവാചകനെ പോലെ ദാവീദ് രാജാവിന്റെ മുമ്പിൽ ചെന്ന് ആ മനുഷ്യൻ നീയാണെന്ന് പറയുന്ന അതാണ് യഥാർത്ഥ പ്രവചന ശൈലി. അങ്ങനെയുള്ളവരെ പിന്നെ കേട്ടത്തില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കണേ, ഇവരുടെ ഐഡന്റിഫിക്കേഷൻ, ഇവരെ തിരിച്ചറിയാനുള്ള ചക്കരവാക്ക്. ഒത്തിരി അങ്ങ് ചക്കരവാക്ക് പറയും, മധുരവാക്ക്, പിന്നെ മുഖസ്തുതി. ഞാൻ പഠിച്ചിടത്തോളം കാലം നല്ല കൃപയുള്ള ദൈവാസന്മാർ ശുശ്രൂഷയ്ക്കല്ലാതെ ജസ്റ്റ് ഒരു നോമിനൽ സംസാരിക്കത്തുള്ളൂ. അവര് എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു, ഓക്കെ, പിന്നെ അവർ മിണ്ടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൃപാവരമുള്ള ദൈവദാസന്മാർ അവരുടെ ലോകത്തേക്ക് അവർ മാറി ദൈവസനിലിരിക്കും. ഏത് വീട്ടിൽ താമസിച്ചാൽ അവർക്ക് വീട്ടുകാർക്ക് ഒരു തലവേദന ഉണ്ടാകത്തില്ല.
അവർ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും വിശ്രമത്തിലും ഒക്കെ ആയിരിക്കും. അവർ വേറെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. ഈ നാളുകൾ തിരിച്ചറിയണം ദൈവമക്കളെ. തിരുവചനം പഠനത്തിലൂടെ നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയം വഞ്ചിക്കുന്നത്. മറ്റൊന്ന്, പ്രഥമ വീക്ഷണത്തിൽ, മൂന്നാമത്തതാ, പ്രഥമ വീക്ഷണത്തിൽ ഇവരെ ഏറ്റവും നല്ലവരായിട്ട് തോന്നും. നല്ല വേഷം കെട്ടിയല്ലേ വരുന്നേ, ടിപ്പ് ടോപ്പ് വേഷമായിരിക്കും. ഞാൻ 2 റെഫറൻസ് പറയാം. ഒന്ന് മുമ്പ് എഴുതിയതാ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം, 2 കൊരിന്ത്യർ 10:2. അതൊന്ന് വായിക്കണം. 2 കൊരിന്ത്യർ 10:2. 11-ാം അധ്യായം മൊത്തം വായിക്കാം, പിന്നെ വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ 10:2 ഒന്ന് വായിച്ച്. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു. മതി. 2 കൊരിന്ത്യർ 10:2 വായിച്ചേ. അതെ, ഓക്കെ. 11:2 കൂടെ ഒന്ന് വായിച്ച്, 2, 3. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി. ഈ വരുന്ന അധ്യായം മൊത്തം പിന്നീട് വായിച്ചാൽ മതി. അതിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇവർ പ്രഥമ വീക്ഷണത്തിൽ നല്ലവരെന്ന് തോന്നുന്നെങ്കിലും ഉള്ളുകൊണ്ട് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്, അവസരവാദികളാണ്. അവർ പ്രസംഗിക്കുന്നത്, പൗലോസ് എന്തുകൊണ്ടാണ് 11-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നത്? അവർ പ്രസംഗിച്ചത് മറ്റൊരു യേശുവിനെ, മറ്റൊരു സുവിശേഷത്തെയും കുറിച്ചാണ്. അതുകൊണ്ടാണ് ഗലാത്യയിൽ പറഞ്ഞ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിനൊഴികെ വേറൊരുത്തൻ വന്ന്, സ്വർഗദൂതനായാൽ പോലും അവൻ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടും. ഞങ്ങൾ പള്ളിയിലായിരിക്കുമ്പോഴേ, സോറി പറയാൻ പാടില്ല, എന്നാലും ഒന്ന് പറയാം. 10-20 വർഷം ചൊല്ലിയതല്ലേ, അതുകൊണ്ട് ഓർത്തഡോക്സുകാരും, ഞാൻ മർത്തോമയിലായിരുന്നല്ലോ. ഞങ്ങളെ നിങ്ങളറിയിച്ചതൊഴി മറ്റൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശ, അങ്ങനെ അങ്ങ് പോകും. അത് അപ്പോൾ ഇത് പണ്ട് പഠിച്ചതാന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ചൊല്ലിയതാ കുറെ. ദൈവത്തിന്റെ ദൂതന്റെ വേഷം കെട്ടി വന്നാലും പൗലോസ് പറയുക, ഞങ്ങൾ അറിയിച്ച ക്രിസ്തുവിനെ അല്ലാതെ വേറേശുവിനെ പ്രസംഗിച്ചാൽ, വേറൊരു സുവിശേഷം അറിയിച്ചാൽ, അവൻ ദൈവദൂതനാണെന്ന് തോന്നിയാലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് സമുദായക്കാരത് ചൊല്ലുന്നുണ്ടെങ്കിൽ വിശ്വാസികളായ ദൈവമക്കൾ എത്രത്തോളം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അവർ ചൊല്ലിവിടുന്നോണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ചൊല്ലുന്ന അച്ഛന്മാർക്ക് അറിയായിരിക്കും. പക്ഷെ ആൾക്കാർ കേട്ടിട്ട് ആമീൻ പറഞ്ഞ് കുറിയലായിസോനും പറഞ്ഞു പോവുക. പക്ഷെ നമ്മൾ വിശ്വാസികളായ ദൈവമക്കൾ തിരിച്ചറിയണം, പലതരം ഉപദേശങ്ങൾ ഭൂമിയിൽ മുളച്ചു പരക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ വേരൂന്നി, വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വചനാടിസ്ഥാനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവനാണ് ധന്യൻ, ഭാഗ്യവാൻ, വിശുദ്ധൻ. അല്ലാത്തതെല്ലാം ശപിക്കപ്പെട്ടതും ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഗലാത്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇവര് മറ്റൊരു യേശുവിനെയും മറ്റൊരു റൂട്ട് മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലവർ ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രമാണ് കൂട്ടായ്മയിൽ കയറി വരുന്നത്. ചിലര് വേറെ പല പാപ സ്വഭാവങ്ങൾക്ക് വശംവദരായി മറ്റുള്ളവരെ തെറ്റിക്കാനുള്ള ആ പ്രവണത കൊണ്ടാണ് അകത്ത് കയറുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് തിരിച്ചറിയാനുള്ള വിവേചന വരം ദൈവമക്കൾ പ്രാപിക്കണമേ. ഞാൻ തലയിൽ കൈവച്ച് ദൈവനാമത്തിൽ ഏറ്റവും താഴ്മയോട് പറയുന്നത് ഏറ്റവും വലിയ കൃപാവരം വിവേചനവരമാണ്. വിവേചിച്ചറിയണം, ഡിസൈഡിങ് സ്പിരിറ്റ് പ്രാപിക്കണം. വേറെ വലിയ കൃപയൊന്നും കിട്ടിയില്ലെങ്കിലും
നിന്റെ വീട്ടിൽ, നിന്റെ സഭയിൽ, നിന്റെ കൂട്ടായ്മയിലേക്ക് വരുന്നത് ഏതവള, ഏത് സ്വഭാവക്കാരി, ഏത് സ്വഭാവക്കാരനാണെന്ന് ആത്മാവിൽ വിവേചിച്ചറിയുവാൻ കൃപ പ്രാപിക്കണം. ആമേൻ. ഓക്കെ, ഇനി ഇവരോട് എങ്ങനെ ഇടപെടണമെന്നൂടെ ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കടന്നു വരാം. ഇവരോട് എങ്ങനെ ഇടപെടണം? അത് എഫെസോസ് സഭയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നൂടെ പറയാം. എഫെസോസുകാരോട് പറയുന്നത് അവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെന്ന് എഫെസോസ് സഭയെ കുറിച്ച് പറയുന്നു. അതാണ് ഇവിടെയും അവലംബിക്കേണ്ട ഒരു മാനദണ്ഡം. അവലംബിക്കേണ്ടത് അറിയാമോ? എഫെസോസ് സഭയിലെ ദൂതന് പറയുമ്പോൾ ഒന്ന് എടുത്താട്ടെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2-ാം അധ്യായം. നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതെ ഇരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് മതി. താങ്ക് യു. പരീക്ഷിച്ചിട്ട് അവരെ കള്ളന്മാരെന്ന് കണ്ട് മാറ്റി നിർത്തിക്കോണം, അകറ്റിക്കോണം. അതാണ് എഫെസോസ് സഭയുടെ ഒരു പ്രത്യേകത. ഇവിടെ എങ്ങനെ ഇടപെടണമെന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കി പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ട് ഒഴിവാക്കണം. പഴയ നിയമത്തിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, അതിലൊന്നും സമയമില്ല. നമുക്ക് പുതിയ നിയമത്തിലെ ഉദാഹരണങ്ങൾ പറയാം. പൗലോസ് പറയുന്ന ചില വ്യക്തികളെ പറയും. 1 തിമോത്തിയോസ് 1:20 എടുത്താട്ടെ. 1 തിമോത്തി 1:20. അവിടെ ഒരു ഹുമനയോസും എടുത്തു വായിച്ചാട്ടെ. 1 തിമോത്തിയോസ് 1:20. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹുമനയോസും അലക്സാണ്ടറിന്റെ കാര്യം ചില വ്യക്തികളെ പൗലോസോടെ രേഖപ്പെടുത്തിയിരിക്കുക. ഇനി 2 തിമോത്തിയോസ് 2:18, 2 തിമോത്തി 2:18. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ചിലരുടെ വിശ്വാസം സത്യം വിട്ട് വായിച്ചാട്ടെ. സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറയുന്നു. സത്യം വിട്ട് തെറ്റിയവർ. അടുത്തത് 4-ാം അധ്യായം 10-ാം വാക്യം. 2 തിമോത്തിയോസ് 4:10. ദമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് മതി. ഈ ലോകത്തെ സ്നേഹിച്ച ദ്രവ്യാഗ്രഹം പൗലോസിനെ, വിശുദ്ധനായ ഭക്തനായ പൗലോസിനെ വിട്ട് ദേമാസ് പണവും ദ്രവ്യവും നോക്കി അവന്റെ പാട്ടിന് പോയി. തിരിച്ചറിയാനുള്ള ഉദാഹരണങ്ങളാ പറയുന്നത്. ഇനി വെളിപ്പാട് 2:20 കൂടെ വായിച്ചിട്ട് നമുക്ക് മടക്കി വരാം. വെളിപ്പാട് 2:20. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. മതി. ഈ ഒരു വാക്യാടിസ്ഥാനം നമ്മൾ ഇത്രയും പോയത്. ഇനി അവരോടുള്ള പ്രബോധനം നമുക്ക് നോക്കാം. അടുത്ത വാക്യം അതോട്ട് വായിച്ചിട്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. മതി. ഇവിടെ 4 കാര്യങ്ങളാണ്. ഇസബേലിനെ ഉപദേശിക്കുവാൻ അനുവദിക്കുന്നു. ഏത് പാപം ചെയ്തിട്ട് ഏത് വഴിതെറ്റി വന്നിട്ടും ദൈവസഭകളിൽ അവസരം കൊടുക്കുക. ഹലോ, ഉപദേശിക്കാനൊന്നും അവസരം കൊടുക്കരുതെന്നേ. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ചില രഹസ്യ പാപങ്ങളൊന്നും നമുക്ക് പിടികിട്ടത്തില്ല. പരിശുദ്ധാത്മാവിൽ ചോദിക്കണം, കർത്താവേ വിവേചിച്ച് അങ്ങനെയുള്ളവരെ ഉപദേശിക്കാൻ അനുവദിച്ചാൽ അത് ഇസബേലിന് കൂട്ടു നിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. 2-ാമത്, എന്റെ ദാസന്മാരെ അല്ലെങ്കിൽ വിശ്വാസികളെ ദുർനടപ്പ് ആചരിക്കുവാൻ വശീകരിക്കുന്ന സ്വഭാവം ഇങ്ങനെയുള്ള സ്ത്രീകൾക്കുണ്ട്, ഇങ്ങനെയുള്ള മനുഷ്യർക്കുണ്ട്. ഓൾറെഡി പറഞ്ഞതാ, വിഗ്രഹാർപ്പിതം തിന്നുവാൻ
വിശ്വാസികളെ വശീകരിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളെ പുരുഷന്മാരെ അനുവദിക്കുന്നു എന്നൊരു കുറവാണ് പറഞ്ഞത്, അല്ലേ? അപ്പൊ ഇവളുടെ പശ്ചാത്തലം ശരിയല്ലാഞ്ഞിട്ടും ഇവളുടെ നടപ്പ് ശരിയല്ലാഞ്ഞിട്ടും അവളെ അനുവദിക്കുന്നു എന്ന കുറ്റമാണ് സഭയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അവള് തെറ്റുകാരിയാണ്, തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നത് മുമ്പ് ഏത് ജീവമായിരുന്നു അതല്ല ഇപ്പൊ പറയുന്നത്. അത് കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു, കർത്താവ് നമ്മളെ പുതിയ മക്കളായി, പുതിയ സൃഷ്ടിയെ ദൈവമക്കളാക്കി. എന്നാൽ ഇപ്പോൾ ദൈവവേല എന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന അങ്ങനെ ഉള്ളവരെ നമ്മൾ അനുവദിച്ചാൽ അത് ദൈവകോപത്തിനിടയായിത്തീരും. അതുകൊണ്ട് അത് ചെയ്യരുന്നുള്ള ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രാദേശിക സഭയിലെ ഒരു പ്രാദേശിക സ്ത്രീ, അവൾ മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. 21-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. പക്ഷെ അവൾക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ല. ഇനി അടുത്തത് ദൈവം കൊടുക്കുന്ന ന്യായവിധി കേട്ടോണേ. മൂന്ന് തരത്തിലുള്ള ന്യായവിധികളാണ്. ഒന്ന് എഴുതിക്കോണം, ന്യായവിധി. ഈ ഇസബേലിനെ രോഗക്കിടക്കയിലാക്കും. 22-ാമത്തെ വാക്യം, ഞാൻ അവളെ കിടപ്പിലാക്കും. കേൾക്കുന്നുണ്ടോ? പാപം ചെയ്തുകൊണ്ട് എന്നും കർത്താവിനെ, ജനത്തെയും ദൈവമക്കളെയും ദൈവവേലയിൽ എന്നും അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. എന്റെ ദൈവം കിടപ്പിലാക്കുമെന്ന്. മാനസാന്തരപ്പെട്ടാൽ ദൈവം ഉപയോഗിക്കും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ രോഗക്കിടക്കയിലാക്കുമെന്ന്. ഒന്ന്. രണ്ടാമത്, അതിന്റെ വാക്യം കൂടെ വായിക്കാൻ നമുക്കൊന്ന് എഴുതിയാണ്. ഇയ്യോബിന്റെ പുസ്തകം 33:19. ഇവിടെ 22-ാമത്തെ വാക്യവും ഇയ്യോബിന്റെ പുസ്തകം 33:19. ഇനി രണ്ടാമത്തത്, അവളോട് വ്യഭിചാരം ചെയ്യുന്നവരെയും ദൈവം ശിക്ഷിക്കും. ഹലോ, 22-ാമത്തെ വാക്യത്തില്, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ടു മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടത്തിലാക്കി തീർക്കും. ആമേൻ. അപ്പോൾ പകൽ മാന്യതയും ഇരുട്ടില് മറ്റു പ്രവൃത്തികളും ദൈവത്തിന്റെ ശിക്ഷ വരുമെന്നുള്ളത്. മൂന്നാമത്തത്, അവളുടെ മക്കളെ കൊന്നുകളയുന്നു. 23-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂകളെ ഹൃദയങ്ങളെയും ആരായുന്നവൻ. മതി. 3 ശിക്ഷയാണ്, 3 ന്യായവിധി. എഴുതിക്കോ. ഒന്ന്, ഇങ്ങനെ പാപം ചെയ്യുന്ന ഇസബേൽമാര് എന്തോ ചെയ്യും? ദൈവം രോഗക്കിടക്കയിലാക്കും. 2, അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും ദൈവം ശിക്ഷിക്കും. 3, അവളുടെ മക്കളെ ദൈവം എന്ത് ചെയ്യും? കൊന്നുകളയും. ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടണം, ജീവനുള്ള ദൈവത്തെ. നമ്മളൊന്നും നേടിയില്ലെങ്കിലും, ഒരു പ്രശംസ കിട്ടിയില്ലെങ്കിലും, വലിയ സഭ സ്ഥാപിച്ചില്ലെങ്കിലും, വലിയ ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും, ഇങ്ങനെയുള്ളതൊന്നും നമ്മളോട് അടുക്കരുത്, നമ്മളും അകപ്പെട്ടു പോകല്ലേ എന്ന് പറഞ്ഞു വിടുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. ഇനി മുന്നറിയിപ്പ്. മോർണിംഗ് എന്തുവാ? മാനസാന്തരപ്പെടാഞ്ഞാൽ വലിയ കഷ്ടതയിലാക്കും. അതവിടെ പറഞ്ഞു, നമ്മൾ വായിച്ചല്ലോ. ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. ദൈവം ശിക്ഷിക്കുമ്പോൾ, ദൈവം ന്യായവിധി അയക്കുമ്പോൾ സകല സഭകളും എന്താ അറിയുന്നത്? ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവൻ. ഈ ഉൾപ്പൂവുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? അതെന്തൊരു പൂവാ? ഉൾപ്പൂ. ഞാൻ നിങ്ങൾ എഴുതിക്കോണം, ചുമ്മാ വചനം കേട്ടിട്ട് എന്തെങ്കിലും പറയണേ. ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് എന്ന അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും മനസ്സും. ഉൾപ്പൂവുകൾ ഉദ്ദേശിച്ചത് അതാ, അവർ ഹാർട്ട്സ് ആൻഡ് അവർ മൈൻഡ്സ്, നമ്മുടെ ഹൃദയവും മനസ്സും. ഉൾപ്പൂവുകൾ, ഹൃദയവും മനസ്സും. നമ്മൾ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, അത് ദൈവം ആരാഞ്ഞറിയുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാ. ആമേൻ.
അത് തന്നെയാണല്ലോ എബ്രായർ 4:12 പറയുന്നത്, അല്ലേ? എബ്രായർ 4 ദൈവവചനം എന്താ ചെയ്യുന്നത്? ആമേൻ, അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യും. നമ്മളൊരു ദൈവവചനം, യഥാർത്ഥത്തിൽ ദൈവാത്മാവിൽ ഒരു വചനം, ആത്മനിറവുള്ളൊരു ദൈവദാസനോ ദൈവദാസിയോ പറയുമ്പോൾ ഇരുവായ്ത്തലയുള്ള വാളാണ്. പറയുന്നവൻ മാനസാന്തരപ്പെട്ടവൻ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവൾ അല്ലെങ്കിൽ പറയുന്നവർക്കും കിട്ടും, കേൾക്കുന്നവർക്കും കിട്ടും. അതുകൊണ്ട് ദൈവവചനം ഇരുവായ്ത്തലുള്ള വാളാണ്. എന്നിട്ട് പിന്നെടുത്ത് വായിക്കുന്ന 4:12 എടുത്താട്ട്, എബ്രായർ 4:12 അതോട് ചേർത്ത് എഴുതിക്കോ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേന്തിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നു. നീ പോകൊണ്ട് പുറത്തു പറഞ്ഞില്ലെങ്കിൽ നിന്റെ അകത്ത് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിവേചിപ്പാൻ കഴിവുള്ള ദൈവവചനം ദൈവാത്മാവിന്റെ മുമ്പിലാണ് ആയിരിക്കുന്നത് എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ഹൃദയം ശുദ്ധമായിരിക്കണം. ആമേൻ. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ. ഒരു വചനം ദൈവാത്മാവ് ഇങ്ങനെ തുളച്ചു ചെല്ലുന്നത്. ആമേൻ. ഇവിടെ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ മാനസാന്തരപ്പെടാനാണ് എഫെസോസ് സഭയെ കുറിച്ച് പറയുന്ന പോലെ ഇവരോട് മാനസാന്തരപ്പെടാനായി പറയുന്നത്. ഇനി നമുക്ക് മടങ്ങി വരാം. 23 നമ്മൾ വായിക്കാൻ. ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവൻ, മനസ്സിലെയും ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങളെ ഏവർക്കും പകരം നൽകും. ഇനി അടുത്തത് മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയല്ലോ, മുന്നറിയിപ്പുണ്ട്. ഇനി 24 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ, 24 മുതൽ 29 വരെ. ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെയും പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ജയിക്കുന്നവന് 4 കാര്യങ്ങളിവിടെ വാഗ്ദാനം ചെയ്തു. നോട്ട് ചെയ്താട്ടെ. ജയിക്കുന്നവന്, തുയാഥൈര സഭയുടെ ദൂതന് പറയുമ്പോൾ ജയിക്കുന്നവന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ 26 മുതലുള്ള വാക്യങ്ങളിൽ, 26 മുതൽ 28 വരെ 4 കാര്യങ്ങൾ. തുയഥൈര സഭയുടെ ദൂതൻ ഇതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ജയിക്കുന്നവന്, ഇതിനെ ഓവർകം ചെയ്യുന്ന ദൈവപൈതലിന് ദൈവം കൂടെ 1 ജാതികളുടെ മേൽ അധികാരം നൽകും. 26-ാമത്തെ വാക്യം, 1-ാമത്തെ വാഗ്ദാനം, ജാതികളുടെ മേൽ അധികാരം. അതിനെ പറയുന്ന ഇരുമ്പുകോൽ കൊണ്ട് ഉള്ള ഭരണം, ജാതികളുടെ മേലുള്ള അധികാരം. 2 27 അല്ലേ? 27 എന്താ വായിച്ചത്? ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. 1 ജാതികളുടെ മേൽ അധികാരം, 2 ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. 27. 3 ജാതികളുടെ എല്ലാ ശക്തിയെയും തകർക്കുവാൻ കഴിവ് കൊടുക്കും. അത് 27-ലുണ്ട്. അടുത്ത 4-ാമത്തത് ഉദയനക്ഷത്രം. 28-ാമത്തെ ഉദയനക്ഷത്രം. അപ്പൊ ജാതികളുടെ മേൽ അധികാരം, ഇരുമ്പ് കൊണ്ടുള്ള ഭരണം, പിന്നെ ജാതികളുടെ ശക്തിയെ തുറക്കാനുള്ള കഴിവ്, ഉദയനക്ഷത്രം. നമുക്ക് സങ്കീർത്തനം 2-8-9 വാക്യം കൂടെ ചേർന്ന് ചിന്തിക്കാം. കർത്താവിനെ കുറിച്ച്, മശിഹയെ കുറിച്ച് അവിടെ പറയുമ്പം 2-ാം അധ്യായം സങ്കീർത്തനം 2-8-9 വായിച്ചാൽ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആമേൻ. ഇവിടെ പറയുന്ന അതേ കാര്യമാണ്. മശിയ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ദൈവമക്കൾക്ക് ഭൂമിയിൽ കിട്ടുന്ന അധികാരവും പദവികളും ഒക്കെയാണ്. അപ്പോസ്തല പ്രവൃത്തി ചില വാക്യങ്ങളോട് ചേർന്ന് എഴുതിക്കും. അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 32-33,
ഫിലിപ്പിയർ 2:6 മുതൽ 11 വരെ, എബ്രായർ 5:7 മുതൽ 10 വരെ, എബ്രായർ 5:7 മുതൽ 10 വരെ, ലൂക്കോസ് 22:28 29. നമ്മൾ ഒരു വാക്യം വായിക്കാൻ പോവുക, ഒന്നോ രണ്ടോ വാക്യം വായിക്കാം, ലാസ്റ്റ് രണ്ടെണ്ണം. എബ്രായർ 5:7 മുതൽ 10 വരെ ഒരാൾ എടുക്കുക, ലൂക്കോസ് 22:28 മുതൽ 29 വരെ. ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. എന്റെ പിതാവ് എനിക്ക് രാജ്യം വിമിച്ചു തന്നു. ഇനി ലൂക്കോസ് 22:28-29. എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. മതി. ഓക്കെ, ഇനി അടുത്തത് ഉദയനക്ഷത്രം. ഉദയനക്ഷത്രം നൽകുമെന്ന് അടുത്ത 4-ാമത്തെ. ഈ ഉദയനക്ഷത്രത്തെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇത് യേശുക്രിസ്തു തന്നെയാണ് എന്ന് ജയിക്കുന്നവർക്ക് കർത്താവ് തന്നെ അവകാശമായി കർത്താവിനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് ഒരു വ്യാഖ്യാനം. ആമേൻ. ജയിക്കുന്നവർക്ക് ക്രിസ്തു തന്നെ അവകാശം, ക്രിസ്തുവിനെ തന്നെ കൊടുക്കുമെന്ന് ചില പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ പറയുന്നു. പുത്രനെ ലോകത്തിന് വേണ്ടി നൽകിയതുപോലെ ദൈവമക്കളായി തീരുന്നവർക്ക് വേണ്ടി പുത്രൻ നൽകും. ഉദയ നക്ഷത്രം ക്രിസ്തുവിനെ അതേക്കുറിച്ച് പറയുന്നു. ഇനി മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ ഇത് കുറിക്കുന്നു. എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് ഉദിക്കുന്ന നക്ഷത്രം, ഉദയനക്ഷത്രം ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയും കാണിക്കുന്നു. ഉദയനക്ഷത്രം കൊടുക്കുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ പുനരുത്ഥാനം പ്രാപിക്കൽ കർത്താവിന്റെ കൂടെ ആയിരിക്കും, കർത്താവിന്റെ കൂടെയുള്ള അനുഭവത്തെയാണ് അവിടെ അത് വ്യാഖ്യാനിക്കുന്നത്. ഇനി ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഈ യെശയ്യാവ് 14:12 ഇതെല്ലാ ഭാഗവും നമ്മൾ നോക്കണമല്ലോ. യെശയ്യാവ് 14:12 ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു വിചിത്രമായ വേറൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. അരുണോദയ പുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്ന അരുണോദയ പുത്രൻ. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശവാഹകൻ എന്നാണ്. കർത്താവ് ജയിക്കുന്നവർക്ക് നൽകുന്ന ഉദയ നക്ഷത്രം ലൂസിഫർ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കല്ലേ. അത് വേറെ രീതിയിൽ അവനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നു, പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഞാൻ ആദ്യം രണ്ട് കാര്യം പറഞ്ഞു. കർത്താവ് തന്നെ ഉദയ നക്ഷത്രമായി വെളിപ്പെടും. ആമേൻ. ഈസ് ദ ലില്ലി ഓഫ് ദ വാലി, ദ ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ, ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് 10,000 ടു മീ. അപ്പം കർത്താവ് തന്നെയാണെന്നുള്ളതിന് വേണ്ടി ഞാൻ ആ പാട്ടൊന്ന് പാടിയെന്നേ ഉള്ളൂ. ആമേൻ. 10,000 ശ്രേഷ്ഠനായ യേശു ക്രിസ്തു തന്നെയാണ്. ഇനി വേറെ ആരും തെറ്റിക്കാതിരിക്കാനാ മറ്റേ യെശയ്യാവ് 14:12 ഞാൻ എടുത്തെന്ന് പറഞ്ഞത്. ഓക്കെ. വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ, വ്യാഖ്യാന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്തെങ്കിലും വന്നാൽ പിന്നെ സാർ ഞങ്ങളോട് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഇത്രയൊന്ന് സൂചിപ്പിച്ചു വിട്ടത്.
ജയിക്കുന്നവർക്ക് എങ്ങനെയാണ് കർത്താവ് ഉദയനക്ഷത്രമായി തീരുന്ന ഉദയനക്ഷത്രം കൊടുക്കുന്നത്? വെളിപ്പാട് പുസ്തകം 22:5 വായിച്ചാട്ടെ. ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ജയിക്കുന്നത് എന്നേക്കും രാജാക്കന്മാരായിരിക്കും. വെളിപ്പാട് യെശയ്യാവ് 62:22, യെശയ്യാവ് 21:24. ഓക്കെ, ഇവിടെ ഞാൻ നിർത്തുന്നു. ജയിക്കുന്നവന് ഉദയനക്ഷത്രം, ക്രിസ്തുവിനോടുകൂടെയുള്ള ആ വാഴ്ച, ക്രിസ്തുവിനോടുകൂടെയുള്ള വാസം ദൈവത്തിന്റെ അവകാശമായി തീരുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് 29 വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ജയിക്കുന്നവരെ കുറിച്ച് 3-4 കാര്യങ്ങൾ നമ്മൾ ഈ സഭയോട് ബന്ധത്തിൽ പഠിച്ചു. ഇനി അടുത്തതുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ വളരെ സ്ലോയിലാണ് പോകുന്നത്, ഇച്ചിരി കൂടെ സ്പീഡപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അല്പം പഠിച്ചാലും അത് വ്യക്തമായി പഠിച്ചു പോകണമല്ലോ. ഇപ്പൊ എത്ര സഭയെ കുറിച്ച് പഠിച്ചു? 4. 5-ാമത്തെ നമുക്ക് തുടങ്ങി വെക്കാം. നമുക്ക് ഇനിയുണ്ട് അല്പസമയം കൂടെ. 9:30 വരെയുള്ള സമയത്ത് സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. 5-ാമത്തെ ഏഷ്യ മൈനറിലെ 5-ാമത്തെ സഭ. സ്തോത്രം. സുയധൈര്യയെ കുറിച്ച് വ്യക്തമായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് സർദീസിലേക്ക് വരാം. പുരാതന രാജ്യമായ ലിഡിയായുടെ തലസ്ഥാനമായിരുന്നു സർദീസ്. Sardis was the capital of the ancient kingdom of Lydia, Lydia. പുരാതന രാജ്യമായ ലിഡിയായുടെ തലസ്ഥാനമായിരുന്നു സർദീസ്. ഇത് ഏഷ്യ മൈനറിലെ ഒരു പ്രൊവിൻസ് ആയിരുന്നു, ഒരു ഭൂപ്രദേശമായിരുന്നു ഏഷ്യ മൈനറിലെ ലിഡിയ. ഏഷ്യ മൈനറിലെ ഒരു പ്രത്യേക പ്രൊവിൻസ് ആയിരുന്നു ലിഡിയ. അപ്പം സർദീസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കിങ്ഡം ഓഫ് ദ ഏൻഷ്യന്റ് കിങ്ഡം ഓഫ് ലിഡിയ. പുരാതന രാജ്യമായ ലിഡിയയുടെ തലസ്ഥാനമായിരുന്നു സർദീസ്. ഇത്രയൊന്നും ഓർക്കണേ. It was overthrown by Cyrus in 546 BC. BC 546-ൽ കോരശ് രാജാവിനാൽ ഇത് ഓവർത്രോൺ പിടിച്ചടക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ ജയിച്ചു. ഞാൻ അതിന്റെ അല്പം ചരിത്രം പറയാം ഇത് എഴുതിയിട്ട്. ഇറ്റ് വാസ് ഓവർത്രോൺ ബൈ CYRUS, സൈറസ്. നമ്മള് യെശയ്യാവിലൊക്കെ കാണുന്ന കോരശ്. ഇൻ BC 546, 546 BC-യിൽ സൈറസിനാൽ ഇത് പിടിച്ചടക്കപ്പെട്ടു. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് എഴുതിയാൽ മതി. ഇവിടെയുള്ള ഹെർമീസ് നദീതടം, ഹെർമീസ് എന്നൊരു നദിയുണ്ട്. ഹെർമീസ് നദീതടത്തിന്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങി ക്രമേണ മോളസ് പർവ്വതം രൂപം കൊണ്ട് ഉയർന്നു നിൽക്കുന്നു. മോളസ് പർവ്വതം ഹെർമീസ് നദീതടത്തിന്റെ മധ്യത്തിൽ തുടങ്ങി ക്രമേണ മോളസ് പർവ്വതം രൂപം കൊണ്ട് ഉയരം കൂടി വരുന്നു. ഈ പർവ്വതനിരകളിൽ നിന്ന് വലിയ പാറക്കെട്ടുകൾ പിന്നെ ഉയരുന്നു.
ഏതാ? മോളസ് എന്ന പർവ്വത നിരകളിൽ നിന്ന് പാറക്കെട്ടുകൾ, അതിന് മുകളിൽ പാറക്കെട്ടുകൾ ഉണ്ട്. ഈ ഓരോ ഭീമൻ പാറക്കെട്ടിന് മുകളിലും വിശാലമായ പീഠഭൂമിയുണ്ട്. പാറക്കെട്ടിന് മുകളിൽ വിശാലമായ പീഠഭൂമി. അത്തരം 1500 അടി ഉയരത്തിലുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിലുള്ള പീഠഭൂമിയാണ് സർദീസ്. ഹലോ, 1500 അടി ഉയർന്ന ഒരു പാറക്കെട്ടിന്റെ മുകളിലുള്ള പീഠഭൂമിയാണ് സർദീസ് പട്ടണം. അവിടെയാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ഇതൊരു അജയ്യമായ നഗരമായിരുന്നു. ഇത്രയും ഉയർന്ന പർവ്വത നിരകളുടെ മുകളിൽ പാറക്കെട്ടുകളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമായതുകൊണ്ട് ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കണേ, ഈ പട്ടണത്തെ ഉയർന്ന നിലയിലാണ് ഈ പട്ടണം സ്ഥാപിച്ചിരുന്നത്, 1500 അടി ഉയരത്തില്. അപ്പോൾ ഇതിനെ പെട്ടെന്നൊന്നും കയറി പിടിച്ചടക്കാൻ പറ്റത്തില്ല. അവിടുത്തെ രാജാവ്, സർദീസിലെ പുരാതനമായ സർദീസിലെ രാജാവായിരുന്നു ക്രീസസ്. അപ്പോൾ തന്നെ ഈ ഹെർമീസ് നദിയുടെ തടാകത്തിലെ, നദിയുടെ തീരത്തുള്ള സ്വർണ്ണ മണലുകളാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് അറിയപ്പെടുന്നു. ഏതാ? ഹെർമീസ് ഈ നദിയുടെ നദീതടത്തില്. നമ്മൾ ആ ഉയർന്ന പാറക്കെട്ടിന്റെ മുകളിലുള്ള സർദീസ് പട്ടണത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നത്. എന്നാലും അതിന്റെ അടിവാരത്തിലുള്ള നദീതടം വിശാലമായ സ്വർണ്ണ സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഇവിടുത്തെ രാജാവായിരുന്ന ക്രീസസ് മഹാസമ്പന്നനായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായി തീർന്ന ഒരു മനുഷ്യനുമായി മാറി. ആരാ? ക്രീസസ്. ഇത് പറഞ്ഞു വന്നാലേ സർദീസ് സഭയുടെ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ചരിത്ര പശ്ചാത്തലം പറയുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് പിടി കിട്ടും എന്താ ഇത് പറയുന്നത്. സർദീസ് സഭയുടെ ദൂത് പറയുമ്പോൾ ഈ മഹാസമ്പന്നനായ ക്രീസസ് രാജാവ് ലോകത്തിലേക്കും വലിയ ധനാഢ്യനായി മാറ്റപ്പെട്ടു. അതുകൊണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായി, ഒരു ചൊല്ലു വന്നു, ക്രീസസിനെ പോലെ സമ്പന്നൻ. ക്രീസസിനെ പോലെ സമ്പന്നൻ എന്ന ഒരു പഴഞ്ചൊല്ലും ഉണ്ടായി. ഇവൻ നിമിത്തമാണ്, ക്രീസസ് രാജാവ് നിമിത്തം സർദീസ് പട്ടണത്തിലെ ആ പർവ്വതത്തിന്റെ മുകളിലുള്ള പീഠഭൂമിയിൽ, ആ ഉയർന്ന പാറക്കെട്ടുകളുടെ പണിയപ്പെട്ട ഈ സർദീസിലെ അവിടെ സ്ഥിതി ചെയ്യുന്ന രാജാവായ ക്രീസസിനെ പോലെ എന്നൊരു സമ്പന്നൻ എന്ന ഒരു പഴഞ്ചൊല്ലും വന്നു. പാറയുടെ ഉത്തംഗ ശൃംഗത്തിലുള്ള സുരക്ഷിത സ്ഥാനത്തിലാണ് ഇദ്ദേഹം പാർത്തിരുന്നത്. അതുകൊണ്ട് അഹങ്കാരിയായിട്ടും മാറി. എന്നെ ആർക്കും തോൽപ്പിക്കാനും പറ്റത്തില്ല, ഞാൻ ഉയർന്ന സ്ഥലത്താണ്, അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായി, അഹംഭാവം ഉണ്ടായി. എന്നാ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ക്രീസസ് പേർഷ്യയിലെ രാജാവായ സൈറസുമായി ഒരു യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വന്നു. നമ്മൾ പറഞ്ഞില്ലേ, BC 546 കോരശ് രാജാവ് എങ്ങനെയെന്നറിയാമോ? ഇവന്റെ അഹങ്കാരം നിമിത്തം ഇവൻ കോരശ് രാജാവിന്റെ, പേർഷ്യൻ രാജാവായ കോരശിന് മുമ്പിൽ തകർന്നുപോയി. തകർന്നുപോയ രീതി എന്താണെന്നറിയാമോ? ഈ പർവ്വത മുകളിലേക്ക്, ഈ പാറയുടെ മുകളിലേക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ റൂട്ട്, ഒറ്റ വഴി സംരക്ഷിച്ചാൽ മാത്രം മതി പുള്ളിക്ക്. അപ്പൊ ശത്രു ദൂരേന്ന് വന്നാൽ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് താൻ സുരക്ഷിതനാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ഒറ്റയടിക്കുന്നു ആരും ഈ പാറയുടെ മുകളിൽ എത്തത്തില്ല. ഒരു വഴിയുടെ അല്ലാതെ മുകളിൽ എത്താൻ കഴിയത്തില്ല.
പക്ഷെ സംഭവിച്ചത് കേൾക്കണമോ? ഹെർമീസ് നദീതടത്തിൽ സൈന്യങ്ങളുമായി വന്ന പേർഷ്യൻ രാജാവായ സൈറസ് ക്രീസസിന്റെ ഉയർന്ന പാറയ്ക്ക് ചുറ്റും താവളമടിച്ചു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ക്രീസസ് ഉണ്ടല്ലോ, അലസനായി, താൻ സുരക്ഷിതനാണെന്നുള്ള ചിന്തയിൽ അലസനായി പാർത്തുകൊണ്ടിരുന്നു. അവനെ സംബന്ധിച്ചോളം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ സൈറസിന്റെ സൈന്യത്തിലെ ഒരു അധിപൻ കുറെ ദിവസങ്ങൾ അവിടെ പാർത്തപ്പോൾ ഒരു സൈനികൻ ആ വൻ പാറയ്ക്കുള്ളിൽ അടി മുതൽ മുടി വരെയുള്ള ഒരു വിള്ളൽ കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ഇതിനകത്ത് താഴെ മുതൽ മോളി വരെ ഒരു വിള്ളൽ. ആ വിള്ളല് കണ്ടുപിടിച്ചു. ആരുടെ? ആ സൈനികൻ, കോരശിന്റെ സൈനികൻ. അത് നിമിത്തം ചില പടയാളികളുമായി ഈ രാജാവും കോരശ് രാജാവും സൈനികരും ആ വിള്ളലിലൂടെ നുഴഞ്ഞു കയറി മുകളിൽ ചെന്നു. അവിടെ കാവൽക്കാരൊന്നും ഇല്ലായിരുന്നു, ആരും എത്തത്തില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് ഈ രാജാവായ ക്രീസസിനെ പിടിച്ചടക്കി രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലായിരുന്നു. ക്രീസസിന് മുമ്പിൽ ചെറുത്തു നിൽക്കാൻ ഒന്നുമില്ലായിരുന്നു. സൈറസ് കോരശ് രാജാവ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. കാരണം അവനൊരു ശത്രുവിനെ പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും മുകളിലെത്തത്തില്ലായിരുന്നു. ഇവന്റെ അലസത ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ സർദീസിലെ സഭയുടെ ദൂത് വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇവന്റെ അലസത ഇവന് വിനാശമായി തീർന്നു. ഞാൻ ധനികനാണ്, ഞാൻ സമ്പന്നനാണ്, സ്വർണ്ണ മണലല്ലേ താഴ്വരയിലുള്ളത്, ഹെർമിസ് നദി തീരത്ത്. അതുകൊണ്ട് താൻ സമ്പന്നനായി ധനികനായി അഹങ്കാരം മൂത്തു, തന്നെ ആർക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ലെന്നുള്ള ചിന്തയിൽ അവന്റെ ശത്രുക്കളാൽ അവൻ അലസത നിമിത്തം മരണകാരണമായി തീർന്നു. കോരശ് രാജാവിനാൽ പിടിക്കപ്പെടുകയും താൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സർദീസ് സഭയുടെ ദൂത് പറയുമ്പോൾ ഈ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് വായിക്കാം ഈ സർദീസ് സഭയുടെ ദൂത്. അപ്പോൾ തന്നെ ഇന്ന് തുടർച്ചയായ ഭൂകമ്പങ്ങളും പേർഷ്യൻ ഭരണത്തിന് ശേഷം വന്ന തുർക്കികളുടെ ഭരണവും നിമിത്തം ഈ സർദീസ് നാമാവശേഷമായി. ഇന്ന് ഈ പ്രദേശത്തിന് കൊടുത്തിരിക്കുന്ന പേര് സാട്ട് എന്ന പേരാണ്. ഒന്ന് നോട്ട് ചെയ്തോണം. സർദീസ് അല്ല, സാട്ട്. സാട്ട് വളരെ ശോചനീയമായ ഒരു ഗ്രാമപ്രദേശമാണ് ഇന്ന് ഈ സർദീസ് അഥവാ സാട്ട് എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ പഴയ പ്രൗഢിയുടെ സ്മാരകങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. എല്ലാം അടിച്ച് നശിപ്പിച്ച് എല്ലാം ഇല്ലാതാക്കി മാറ്റി. ചില കരിങ്കൽ തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി നമുക്കൊന്ന് വായിക്കാം സർദീസിലെ സഭയുടെ ദൂതൻ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മതി. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് സർദീസിലെ സഭയുടെ ദൂതന്. സർദീസിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയല്ലോ. ഇനി അല്പം പറഞ്ഞ 2-3 മിനിറ്റ് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലാണ്, അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞു. ഇനി ഈ സഭയെ കുറിച്ചുള്ള മുഖവുരയെ നമ്മൾ കേട്ടു. ഇനി അതിന്റെ പ്രശംസ.
ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവിടെയുണ്ട്. സർദീസിലെ സഭയുടെ പ്രത്യേകതയില് ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേർ അവിടെ ഉണ്ട്. രണ്ടാമത്തത് അവന്റെ വിമർശനം. സർദീസ് സഭയുടെ വിമർശനം എന്താണെന്നറിയാമോ? കുറ്റം എന്താണെന്നറിയാമോ? ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. അടുത്തത് പ്രബോധനം. സർദീസിലെ സഭയോടുള്ള പ്രബോധനം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇനി മുന്നറിയിപ്പ്. ഉണരാതിരുന്നാൽ കള്ളനെ പോലെ വരും. ഉണരാതിരുന്നാൽ ഇവിടെയും മാനസാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു നാഴികയിൽ വരുമെന്ന് അറിയുകയില്ല. ഇതാണ് മുന്നറിയിപ്പ്. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം വിശദീകരിക്കത്തുള്ളൂ. ഇന്ന് ജസ്റ്റ് നമ്മൾ പറയുന്നുള്ളൂ. അടുത്തത് വാഗ്ദാനം. ജയിക്കുന്നവന് കൊടുക്കുന്ന വാഗ്ദാനം, വെള്ളയുടുപ്പ്. എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുകയില്ല. രണ്ടാമത്തത് ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുകയില്ല. മൂന്നാമത്തത് എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. 3 വാഗ്ദാനങ്ങളാണ്. 1, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കും. 2, ജീവപുസ്തകത്തിൽ പേർ മായ്ച്ചു കളയുകയില്ല. 3, പിതാവിന്റെ ദൂതന്മാരുടെ സന്നിധിയിൽ ഏറ്റുപറയും. ഇത്രയും നമ്മളൊന്ന് സർദീസ് സഭയെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ എഴുതിയുള്ളൂ. അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഔട്ട്ലൈൻ എഴുതി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ 2 വേദഭാഗങ്ങളും ശക്തമായി വായിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ദൈവദാസി ഓർപ്പിച്ച് കാണുമല്ലോ, 8 മുതൽ 9 വരെയുള്ള സമയമാണ് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലരും പോയി. ഇപ്പോൾ 21 ഡിവൈസേ ഉള്ളൂ. 36-ൽ നിന്ന് 1.5 മണിക്കൂറത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. ദൈവദാസി അത് ഓർപ്പിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പോകരുത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചന പഠനം നമുക്കും നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും അനുഗ്രഹകാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.